അങ്ങനെ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമയായ തുടക്കം എന്ന സിനിമ ട്രെയിലർ പുറത്തുവന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ട് മോഹൻലാൽ തന്നെയാണോ മകളുടെ വില്ലൻ എന്നാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. 2018 എന്ന മൂവിക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടക്കം എന്ന സിനിമ. ട്രെയിലർ ഒരു രക്ഷയില്ല. സ്റ്റാർട്ടിങ് ഒരു ഫീൽ ഗുഡ് പോയിട്ട് ലാസ്റ്റ് ഒരു ത്രില്ലിംഗ് പരിപാടിയാണ് പിടിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒരു ഫാമിലി ത്രില്ലർ സിനിമയാണ്. ആദ്യം നിങ്ങൾ ഡയറക്ടർ പറഞ്ഞ എന്തായാലും കേൾക്കണം. ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെയൊന്നുമില്ല. ഇതൊരു ചെറിയ സിനിമയാണ്. നിങ്ങളാരും ഒരു പ്രതീക്ഷയിലും വരരുത്. ഭയങ്കര സംഭവം പ്രതീക്ഷിക്കരുത്. ഇതൊരു സാധാരണ ഒരു കുടുംബചിത്രം. അതിൽ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തോന്നുന്നു. അതിൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു സിനിമയാണ്. എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ മകളെ ആദ്യ സിനിമ. അതേപോലെ തന്നെ ഈ സിനിമയിൽ മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ ക്യാരക്ടർ തന്നെയാണ് ഈ പടത്തിലെ വില്ലനായിട്ട് എത്താൻ പോകുന്നത്. സിനിമ വരുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. ഈ മാസം ഇറങ്ങുന്ന പല സിനിമകളും ജെയ്ക്സ് ബിജോയ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. ജെയ്ക്സ് ബിജോയും ചമൻ ചാക്കോ ആണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞല്ലോ 2018 എന്ന സിനിമയ്ക്ക് ശേഷം നീണ്ടൊരു കാലയളവിന് ശേഷം വരുന്ന ജൂഡ് ആന്റണിയുടെ ഒരു പടം കൂടിയാണ് തുടക്കം എന്ന സിനിമ. അയാൾ ആ പടത്തിൽ അത്രയും വിശ്വാസമുണ്ട് സിനിമ. അപ്പോൾ ആ സിനിമയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിലായിരിക്കും. അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നു. ഇതിന് എന്ത് സംഭവിച്ചാലും എല്ലാ ഉത്തരവാദിയും ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്. കുറെ ആൾക്കാർ ഈ പടത്തിന് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. വിസ്മയ മോഹൻലാലിന് മലയാളം അറിയില്ല, എന്നിട്ടാണ് മലയാളം പടം ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരുപാടധികം നെഗറ്റീവ് വിളികൾ ഈ പടത്തിന് ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയത്? മിക്കവാറും ഈ ഒരു പടം സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുണ്ട്. സൈലന്റ് ഹിറ്റ് തന്നെ ആയിരിക്കും ഈ പടം. മോഹൻലാലിനെ അധികം ഒന്നും ഈ പടത്തിന്റെ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എന്തോ സംഭവം ഇറക്ക്. അപ്പൊ എന്തായാലും ഈ പടത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം അടുത്ത ആഴ്ചയാണ് ഇറങ്ങാൻ പോകുന്നത്. ആരൊക്കെയാണ് ഈ പടത്തിന് പോകുന്നതെന്നും ട്രെയിലർ എങ്ങനെയുണ്ടെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ.